കണ്ടില്ല നമ്മൾ പോകുന്നു. അതെ, നമ്മളപ്പോ ഇന്നിപ്പോ ഒരു ഷൂട്ടിനാണ് പോകുന്നത്. കടമക്കുടിയിലാണ്. ബാക്കി വിശേഷങ്ങൾ അപ്പൊ നമ്മള് ആരെങ്കിലും അർജുൻ നമ്മളെ സാരഥി ബാക്കിൽ നമ്മളെല്ലാരും ഇങ്ങനെ സപ്പോർട്ടിങ്. ഇതാണ് ക്യാമറാമാൻ. 3 ഗണങ്ങൾ അല്ലെ, ഗണങ്ങളുണ്ട്. അങ്ങനെ നമ്മള് കടമക്കുടിയില് അവനൊരു ഷൂട്ടുണ്ട്. അപ്പൊ എന്നോട് വരാൻ കുറെ നിർബന്ധിച്ചു. സെലിബ്രിറ്റി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് റീച്ച് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ കേറിയതാണ്. എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ കേറിയിരുന്നു. എന്റെ സമയത്തിനേക്കാൾ വലുതാണല്ലോ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, അതന്നെ സ്നേഹബന്ധങ്ങൾ. അതുകൊണ്ടാണ് മാത്രമാണ് ഞാൻ കേറിയത്. അത് കഴിഞ്ഞിട്ട് സക്ലിയുടെ വക ചെലവുണ്ട്. ഓക്കെ, അത് കൊണ്ടുവന്നത് ഗൈസ്. സോ അത് കഴിഞ്ഞിട്ട് കാണാം തക്ലീനൊക്കെ. പോവുകയാണ് ഗൈസ്. ഇതന്നെ പണി. കഴിഞ്ഞിരിക്കുന്നതിന് മഴ പെയ്യുന്ന ടാസ്ക്. മഴയത്ത് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടി വരും. സമയം എന്തായി? 4:30. 4:30. 5 മണിയോ? 5 മണിക്ക് ഷൂട്ട് നമ്മൾ ആരംഭിക്കുന്നു. പക്ഷെ നല്ല മഴക്കാരുണ്ട്. മഴയത്ത് ഷൂട്ട് ചെയ്യും. ലൈറ്റ് ഉണ്ടാവില്ലല്ലേ? അതല്ല, നമ്മൾ പറയണല്ലോ അതിശോക്തി. ലൈറ്റ് ഉണ്ടാവും, പേടിക്കാനില്ല. അതെ, കടമക്കുടിയല്ലേ ബാക്കി വിശേഷം നമുക്ക് അവിടെ ചെന്നിട്ടാണ്. ഇടയ്ക്ക് വിശേഷം പറഞ്ഞു. നമ്മള് ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട് എങ്ങനെ പറയണം എന്നുള്ളത് അല്ലേ? അതെ, എങ്ങനെയാണ് കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. അതെ, പറയാൻ കിട്ടുന്നില്ല. അതെ, പക്ഷെ അടുത്ത വീഡിയോ നമ്മൾ സെറ്റപ്പ്. അടുത്ത വീഡിയോ നമ്മ നല്ലൊരു വീഡിയോ ഇറക്കണം. വീഡിയോ ഇപ്പോഴല്ല, അവിടെ ചെന്ന് ഷൂട്ടൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് ഈ ഫോട്ടോ ഷൂട്ട് ചെയ്ത് തന്നെ നമ്മള് ഫോട്ടോസ് നമ്മൾ പോസ്റ്റ് ചെയ്യും. അതിലാണ് അത് നമ്മള് നമ്മുടെ തക്ലിയുടെ പേജില് നോക്കിയാൽ മതി. പേജിന്റെ പേര് പറയൂ. പേജിന്റെ പേര് മിഥുൻ മുരളീധർ. അതെ അതെ, MM ഫോട്ടോഗ്രാഫി ഒക്കെ പേര് മിഥുൻ മുരളീധർ ഫോട്ടോഗ്രാഫി. യൂട്യൂബിന്റെ അടിയിലിടാൻ തോന്നുന്നു. ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കാം. ഞാൻ പറയുന്നു, ആലോചിക്കട്ടെ. നമ്പർ കൊടുക്കാം. നമ്പർ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരും ബാക്കി ലിങ്കുകളെ പറ്റി. അതാണ് സൗകര്യം. അതാണ് അവന് കൂടുതൽ സൗകര്യം. അതൊരു ഡിസ്റ്റർബൻസും ഇല്ല അതില്, അല്ലേ? ഓൾവേസ് അവൈലബിൾ. ഇങ്ങനെ സെർച്ച് ചെയ്ത് പോയി. അതെ, കോൾ വിളിക്കാനാണ് ഇഷ്ടം കൂടുതൽ. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ അല്ലേ? പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ വിളിക്കുന്നല്ലേ നിനക്ക് താല്പര്യം? അല്ല, ആണുങ്ങൾ വിളിക്കണോ? ആണുങ്ങൾ വിളിക്കണോ? അവിടെ ഉണ്ടോ? പക്ഷെ വിളിക്കുമ്പോ പെണ്ണുങ്ങൾ വിളിക്കാതെ നിനക്ക് താല്പര്യം? ചോദിക്കട്ടെ, നീ ചോദിക്കും. കസ്റ്റമേഴ്സ് ആണോ നമുക്ക് മുഖ്യം? പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മുഖ്യമാണ്. കസ്റ്റമേഴ്സ് അല്ല മുഖ്യം. നിന്നെ പറ്റി അറിയാൻ ആഗ്രഹം ഉണ്ടാവും. നമ്മുടെ വീടിന്റെ മേലെ കൂടെ റോഡ് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടല്ല കസ്റ്റമേഴ്സ്. നിനക്ക് വ്യൂവേഴ്സിനെ താല്പര്യം ഉണ്ടല്ലോ നിന്നെ പറ്റി അറിയാനായിട്ട്. നിന്നെ ഇത്രയും സൗന്ദര്യമുള്ള നിന്നെ പറ്റി അറിയാൻ വേണ്ടിട്ട് വ്യൂവേഴ്സിന് താല്പര്യം ഉണ്ടാവില്ലേ? നീ പറഞ്ഞു കൊടുക്കണ്ടേ? എന്താണത്? ബുക്കിലോ? എനിക്കറിയാൻ പാടില്ല. പറ. ഒന്നും അറിയില്ല. എനിക്കറിയാൻ പാടില്ല.
ഇതിങ്ങനെ സൂം ചെയ്ത് കാണിക്കണോണ്ട് എന്റെ മുഖം ആ നിന്റെ മുഖം മാത്രം എടുത്ത് കാണിക്കാം. ഒളിച്ചോടിട്ട് ആദ്യമായിട്ട് വന്നു. അതെ അങ്ങനെ ഒളിച്ചോട്ട് ആദ്യമായിട്ട് അതിന്റെ അപ്പുറത്ത് ആ ഡോറിന്റെ അപ്പുറത്താണ് അവൻ ആദ്യമായിട്ട് വന്ന് നിന്നത്. ഒളിച്ചോടിട്ട് അവൻ ഒളിച്ചോടി കല്യാണം കഴിഞ്ഞു കേട്ടോ. അതെ വെറുതെ നമ്മൊരു രസത്തിന് നമ്മളിപ്പോ വളവിലെത്തിയിരിക്കുന്നു. ഏതോ ഒരു വളവ്. അതെ ഏതൊരു വളവ്. ഏത് ലൊക്കേഷൻ? ഏത് ലൊക്കേഷൻ? പൊളി ലൊക്കേഷൻ. കടമക്കുടിയിലേക്കാണ് പോകുന്നത്. കണ്ടില്ലേ കടമക്കുടിയുടെ ലൊക്കേഷൻ കിട്ടിയത്. 10 മിനിറ്റ് തൊള്ളെ കൊണ്ട് വെക്കലടാ. നമ്മുടെ ചെക്കനാണ് സാരഥി. ഇപ്പൊ നമ്മൾ എവിടെ എത്തി? എവിടെ എത്തി? മഞ്ഞുമല മഞ്ഞുമല്ല ഹോസ്പിറ്റലിന്റെ ബോർഡിന്റെ ഫ്രണ്ടിൽ. ഇതാണ് എന്റെ ഭാരം. എന്റെ ഭാരം ചേർന്നിവിടെ കുടുംബേ മതി. ഭരണിക്ക് താണ്ടവാടിയാന്നേക്കണത്. അതെ ചെമ്പട്ടിലിറക്കട്ടെ. കണ്ടന്റ് കൂടി നമുക്ക് മറ്റേ ഡ്രസ് ഒക്കെ മറ്റേ ചോപ്പ് ഡ്രസ് ആക്കിട്ടേ നീ വാളൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ആക്കിട്ട് അങ്ങനെ ഇറങ്ങിയാലോ. അങ്ങനെ ഏരിയയിലേക്കാണ് കൂടുതലും. വടക്ക് ഭാഗത്തേക്കാണ്, വടക്ക് പാലക്കാട് ഭാഗത്തേക്കാണ് കൂടുതലും ഇതിന്റെ ഇതുള്ളത്. നമ്മുടെ മലപ്പുറത്ത് കോഴിക്കോട്, കണ്ണൂര്, പാലക്കാട്. പിന്നെ തെറിപ്പാട്ട് പാടുന്നത് ഓരോരുത്തരാണ്, നമ്മളൊന്നല്ല. കുറെ തേണ്ടികൾ പറഞ്ഞുണ്ടാക്കണതാണ് നമ്മളോടുള്ള തെറിപ്പാട്ട് പാടുന്നത്. അവന്മാരൊന്നും പാടും. നമ്മടെ തലേക്കാക്കുന്ന ആറുകള്. തെറിപ്പാട്ട് പാടുന്ന ആറിന്. തെറിപ്പാട്ട് ഇപ്പൊ നമ്മളെവിടെ എത്തി? നാച്ചുറൽ മാർബിൾസിന്റെ അടുത്ത്. റൈറ്റ് ആയിക്കുള്ളൂ. റൈറ്റ് ലെഫ്റ്റ് അല്ല മണ്ണ. ലെഫ്റ്റ് അല്ല റൈറ്റ് ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞു. അവിടെ പോയിരിക്കും നമ്മുടെ സുഹൃത്ത് ഒരാളെ കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് എത്തും. ഓക്കെ ഞങ്ങൾ വഴിയിൽ ഏതോ പൊളിഞ്ഞ വീടിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ലൊക്കേഷൻ തപ്പി ഗൂഗിളും വെച്ച് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ്. കണ്ട എല്ലാവരും ഇതിന്റെ ഉള്ളിലുണ്ട്. പോസ്റ്റ് അടിച്ചിരിക്കുന്നു. ഈ വഴി ആണ് കാണിച്ചത് ഗൂഗിളും വെച്ച്. ഇതിലേ വന്ന് ഈ വീടിന്റെ അവിടെ കാണിച്ച് ഇവിടെ നിന്ന് കസ്റ്റമർ ഇപ്പൊ വരാന്നാ പറഞ്ഞത്. പാർട്ടി ഇങ്ങനെ തന്നെ വ്ളോഗ് പോട്ടെ, ബാക്കി ഷൂട്ടിൽ കാണാം. ഓക്കെ കടക്കണമെന്നുണ്ടെങ്കിൽ ഇവര് അനുവാദം വേണ്ടി വരും. അത് ഡോബർമാൻ എന്നാണ്. വാലുവിടും കട്ടേജ ജില്ലയിൽ സമ്രാൻ എന്താണ് പറയാനുള്ളത്? വാല് കട്ടയണം. അപ്പൊ ഒറിജിനൽ ഡോബർമാൻ ആവും. കൊണ്ട നമ്മുടെ ട്രയൽ ഷൂട്ടാ. ട്രയൽ UK ഫോട്ടോസ്. ഈ മോഡൽ ഷൂട്ടിനെ കുറിച്ച് എന്താണ് അർജുൻ പറയാനുള്ളത്? നമുക്ക് എന്ത് പറയാനാണ്? പാടത്തും പറമ്പിലും നമ്മൾ ഷൂട്ട് എടുക്കുന്നു. നാട്ടുകാർ കഴിക്കും. ആൾക്കാർ പോകുന്നുണ്ടോ ഷൂട്ട് കാണാൻ വേണ്ടി? സ്വീകരിക്കാത്ത ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഇത് ക്യൂട്ട്നെസ് വാരി വിതറുക. ഓ ഫോട്ടോനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ല ഫോട്ടോ, അതിമനോഹരം. പ്ലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക്. അതന്നെ ആരെടുത്തത്?
നമ്മുടെ തക്കളിക്കൂട്ടെ എങ്ങനെ ഒരു 50 ലക്ഷം പേരുള്ള ഞാനും അതെ മതിയല്ല പിന്നെ പറയണ്ടല്ലോ 1 കോടിയുടെ ഞാനും വിലമതിക്കാൻ പറ്റാത്ത ഞാൻ അതിന് കഴിഞ്ഞു പറയുന്നത് ഞാൻ വിചാരിച്ചില്ല അതെ 1 കോടി 50 ലക്ഷം നമുക്ക് അതിന് മേലെ വെയിറ്റിംഗ് ആണ് guys. പോവുകയാണ് എവിടേക്ക് കുടി കണ്ടിട്ടുണ്ടോ അടുത്ത ഫോട്ടോ അവിടെ വെച്ച് കാണാം ഓക്കെ ഓക്കെ നമ്മൾ കടമക്കുടിയിലെത്തിയിരിക്കുകയാണ്. മെയിൻ സ്ഥലം കടമക്കുടി സ്പോട്ടിലേക്ക് എത്തിരിക്കുകയാണ്. നമ്മൾ ഷൂട്ടിന് വേണ്ടി തയ്യാറാവുകയാണ്. ഇതല്ലേ കാവിലെ മെയിൻ സ്ഥലം. ഞാൻ കഴിഞ്ഞ ആപത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ അതെന്താണ് ഇവിടെ പറയാനുള്ളത് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റിയ സാധനം. ചായക്കടുണ്ട് കടമക്കുടിയില് അത് അടിപൊളി അവിടുന്ന് ചായ മേടിച്ച് തരുന്നാണ് പറയുന്നത്. തരുന്നാണ് കുഴപ്പം നമ്മളത് പറഞ്ഞത് നമുക്ക് എന്തായാലും നോക്കാം അതെ അതെ താമരപ്പൂവിൽ വാഴും ദേവിയല്ല. അതെ ഗൈസ് ലൈറ്റ് ഒക്കെ പോയി അത്യാവശ്യം നല്ല ഫോട്ടോസ് ഒന്നും കിട്ടുമെന്ന് അറിയില്ല നോക്കാം ലൈറ്റ് ഒന്നും എടുത്തിട്ടില്ല നമ്മളല്ലേ LC എഡിറ്റിംഗ് പോലെ ഇരിക്കും ഇനി അല്ലേ ഇനി തക്ലീഡിലാണ് കഴിവ് മൊത്തം അതെ തക്ലീഡ് കഴിവ് പോലെ ഇരിക്കും ഇനി എന്ത് ഫോട്ടോ എങ്ങനെ വരണം എന്നുള്ളത് അപ്പോൾ ഇവര് പറയുന്ന കടമക്കുടി ഇതല്ല ഇതല്ല ആക്ച്വലി അതല്ല നല്ല മെയിൻ സ്ഥലം ഇതല്ല ഇത് ജസ്റ്റ് ഏതോ ഒരു മുക്കുമൂലയാണ് കടമക്കുടിയുടെ കടമക്കുടിക്ക് കടന്നിട്ടില്ല നമ്മള് ആക്ച്വലി കടമക്കുടി ഇവിടെ കടമക്കുടി ബോർഡ് പോലും ഇല്ലല്ലോ വരുന്നുള്ളൂ കണ്ട കടക്കാൻ പോകുന്നുള്ളൂ കടമക്കുടിക്ക് അപ്പൊ അവിടെ വെച്ച് ഫോട്ടോഷൂട്ട് ചെയ്ത് നീ ഇപ്പൊ എന്തായാനെ അലമ്പായി പോയനെ അതെ ഞാൻ കാരണം ഇവര് രക്ഷപ്പെട്ടു നോക്കാം നോക്കൂ നിങ്ങൾ സ്ഥലം കാണോ ഇതൊന്നല്ല സ്ഥലം അത് വീട്ടിൽ പ്രത്യേകം അതാദ്യം തകർക്കാൻ വേണ്ടി പറഞ്ഞോളൂ. ഈ സ്ഥലങ്ങൾ നോക്കൂ നീ അതാണ് കടമക്കുടി അവിടെ പോടാ അടിപൊളിയല്ലേ അതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ചെയ്യണം പൈസയില്ലാത്ത ചെയ്യുന്നില്ല പൈസ അതുകൊണ്ടല്ല താല്പര്യം കുളത്തിലേക്ക് കയറി അതെ കുളത്തിനെ ബാധിക്കും. ഡ്രസ്സൊക്കെ കേടാവും അതുകൊണ്ടാ നല്ല ഷൂ ഒക്കെയാണ് കേടായിക്കാൻ ശരിയാവില്ല ഷൂ ഓ ഹ്യൂമ ഇവനെ വെച്ച് നമുക്ക് കണ്ടന്റ് ഉണ്ടാക്കണം എന്താണത് അപ്പോൾ ഞങ്ങൾ ആലോചിച്ചോണ്ട് നല്ല ഇടി വെട്ടുണ്ട് അവിടെ നല്ല മഴക്കാറുണ്ട് മഴ പെയ്യാനുള്ള നല്ല ചാൻസ് ഉണ്ട് ഞങ്ങളപ്പോൾ മഴയത്ത് കുളിക്കും അടടാ മഴടാ പിള്ളേര് കയക്കും നിനക്ക് ഇഷ്ടമാണല്ലോ കയക്കും എപ്പോഴും കയക്കും ഞാൻ ഓൾറെഡി കയക്കും ചെയ്തിട്ടുണ്ട് എല്ലാവരും ചെയ്യാൻ നല്ല രസമാണ് കുറെ പേര് ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളപ്പോൾ നല്ല രസം സന്ദീപിന്റെ പോലത്തെ ഇപ്പൊ ഇവിടെ ഫോട്ടോ എടുക്കാനല്ലേ നല്ല ഫോട്ടോ സെൽഫി എടുക്കാൻ അല്ലേ ഗൈസ് ഞങ്ങളിങ്ങനെ ആസ്വദിച്ചോണ്ടിരിക്കണ വൈബുകൾ മനുഷ്യന്മാരുടെ അതന്നെ ഭയങ്കര വിശപ്പ് എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് നോക്കാം അവിടെ ചെലവൊക്കെ ഇവരെ വാങ്ങിയ അപ്പിനെയാണ് കഴിച്ച്
ഞാൻ പൈസയിലെ കയ്യിൽ ഞാൻ പാപ്പ ചെയ്യുന്നത്. നമുക്ക് അവിടെ പോകണ്ട, ആൾക്കാർ നിൽക്കണ ആ സ്ഥലത്ത് എന്തെങ്കിലും തിന്നാൻ കിട്ടണ്ടിരിക്കും. ഓക്കെ, നല്ലോണം വണ്ടികളുണ്ട് ഇവിടെ. ഭയങ്കര തിരക്കുന്നു, സൺഡേ ആയതുകൊണ്ട് ഇവിടെ നല്ലോണം തിരക്കാണ്. വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സോ നമുക്കിങ്ങനെ സ്വസ്ഥമായി നെഞ്ചു വിരിച്ച് നടക്കാൻ പറ്റുന്നില്ല. അവിടെ നമ്മൾ ഒറ്റയ്ക്ക് നടക്കാം. ആ ചെയ് ഓ ചെയ് ഇങ്ങനെയാണ് ഞാൻ ചെയ്ത് കാണിച്ചുതരാം. ഓക്കെ, തലകുത്തി കറങ്ങുക. ചെയ് ചെയ് ഇങ്ങനെയാണ് ഗൈസ്. എനർജി വേണം. 17 18 19. ഓക്കെ മതി, നമ്മള് വിജയിച്ചിരിക്കുന്നു. വേണ്ടായി, എനർജി ഇല്ല അതുകൊണ്ടാ. അപകടം സംഭവിച്ചിട്ടുണ്ട് നമുക്കിപ്പോ. തലയിലൊരു ഓട്ട വീണ് പോയി പിടിക്കണം. മതി, എനിക്ക് മതി. ഇതൊരു കടമക്കുടി മതിയായിട്ടുണ്ട്. തീരുമാനമായി കടമക്കുടി തല. നീ എന്ത് ചാടി ഇരുമ്പും കഷ്ണവും തലക്കടിച്ചു പോലത്തെ മനുഷ്യന്റെ. കടമക്കുടി അയ്യോ, കടമക്കുടിക്ക് ഒരു തീരുമാനമായിട്ടുണ്ട് ഇപ്പൊ. അതെ, സന്തോഷം. വ്ളോഗ് ചെയ്യാനുള്ള മൈൻഡ് പോയിട്ടുണ്ട് ഞങ്ങൾ. അതെ, ചായക്കടത്തറായിട്ടുണ്ട് കേട്ടോ. ചായെങ്കിലും കുടിച്ച് സന്തോഷിക്കാം. അവിടെ എത്തിയിട്ടാണ് അവിടേക്ക് പോവാം. ഗ്ലാസ് സാധാ വെള്ളം. ചായ ചായ അല്ല നിങ്ങൾക്ക് എന്താ പറയുക, ചെറിയ കുട്ടിയാണോ? ഓടാ. അപ്പൊ നമ്മള് ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. മഴ പെയ്യാൻ പോകുന്നു, നമ്മൾ പെടുവാൻ പോകുന്നു. ഒരു കൊട പോലില്ല കയ്യില് നമ്മുടെ. നമ്മളെന്ത് ചെയ്യും? അവിടെ പോയി നിൽക്കും, നിൽക്കാൻ പറ്റില്ല. കാരണം അറ്റത്തേക്കണേ എന്ത് ചെയ്യും? എവിടേക്ക് ഓടും? പറ കുരിപ്പേ. തല്ലില്ല, നമ്മൾ അങ്ങോട്ട് ഓടും. അങ്ങോട്ട് അവിടെ പോയി മരത്തിന്റെ ചോട്ടിൽ പോയി നിൽക്കേണ്ടി വരും. അല്ലാതെ വേറെ വഴിയില്ല. വൈബേരിയാണ് രക്ഷയില്ലാത്ത വൈബാ. ആൾക്കാർ കുറഞ്ഞ സൺഡേ അല്ലെങ്കിൽ നല്ല തിരക്ക് കുറവായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വരാം. ഈ സ്ഥലം എന്ന് പറഞ്ഞത് കടമക്കുടി എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. കൊടുങ്ങല്ലൂര് ഭാഗത്ത് വരാപ്പുഴ റൈറ്റിക്ക് എടുത്താൽ മതി. അപ്പോൾ ഇവിടേക്ക് എത്താം. ഓക്കെ, നല്ലത്. അർജു വണ്ടി എടുക്കാൻ പോവുകയാണ്. പോയിട്ടുണ്ട്, ഞങ്ങൾ വിളിക്കാം. അതെ, ഞങ്ങൾ ചായ കുടിച്ചിട്ടാ ഒരു വണ്ടി എടുത്തിട്ട് വരട്ടെ. വിളിക്കാം. ഇതാ മഴയത്ത് ഒരു വഞ്ചിയത്. ആ സ്ഥലം കണ്ടോ?
പിന്നെ മഴ പെയ്തിട്ട് എങ്ങനെയുണ്ട് കടമക്കുടി? മഴ പെയ്തപ്പോഴാണ് ആ ഒരു മണം വന്നത്, മണ്ണിന്റെ മണം അല്ലേ, മണ്ണിന്റെ ഒരു പ്രത്യേക മണം. മഴ പെയ്തപ്പോഴത് വന്നത് നമ്മുടെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ മറ്റു ചായ, ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ മാത്രമേ ഞാൻ ചായ കുടിക്കും. അതെ, പ്രത്യേക സാഹചര്യങ്ങളിൽ ഹാൻഡ് വാഷ് ഒക്കെ ഇട്ട് കൈയിട്ട് ചായ കുടിക്കുള്ളൂ അല്ലേ? കുറച്ച് ഹൈജീനിക് ആണ്, അതുകൊണ്ടാണ്. അതെ. ഡിസ്പോസിബിൾ കൊടുത്തായിട്ടാ ഡിസ്പോസിബിൾ ആണെന്ന് പേടിക്കേണ്ട ആവശ്യം. അല്ല, ഏറ്റവും ലാസ്റ്റ് വിടവിൽ നമുക്ക് ചായ കിട്ടിയിരിക്കുകയാണ്. നീ കുടിക്കും അർജുന വേറെ പറയാ കളയല്ലേട്ടാ. മഴ, ചായ, കാവ്യ, പഴംപൊരി. ഒരു പഴംപൊരി വാങ്ങിച്ചിട്ട് എല്ലാവർക്കും ഡിവൈഡ് ചെയ്യാം, അതാ പറ്റുള്ളൂ അല്ലേ? ചായ കുടിച്ചാൽ അപ്പൊ നമുക്ക് ഇനി ചായ കുടിച്ചായിട്ട് കാണാം അല്ലേ? ഈ മരങ്ങളും കൂടെ ഇങ്ങനെ നിൽക്കുന്നു. മഴ ഇങ്ങനെ ആസ്വദിച്ചോണ്ടിരിക്കാം, പനഞ്ഞോണ്ട്. മഴ കാവ്യ, മഴ കാവ്യ, മഴ കാവ്യ. ചായ കഴിഞ്ഞു. ചായ കഴിഞ്ഞു. എന്റെ ചായക്ക് എന്റെ ചായ ഗ്ലാസ് പ്രത്യേകം എടുത്തറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഇത്. ആരായാലും നമ്മൾ ചായ കുടിക്കില്ല. തക്ലിയുടെ വകയാണോ വിഷ്ണുവിന്റെ വകയാണോ ചെലവ്? ഇത് മാത്രം വിഷ്ണുവിന്റെ വകയാണ്, തക്ലിയും പറയുന്നു. നമുക്കറിയില്ല, കാണാം. നമുക്ക് ലൈവായി കാണാം, ആരോഗ്യ ലൈവായി കാണാം. ചെക്കൻ വളരെ ബിസിയാണ്. കുരിപ്പിന്റെ വകയാവാം ചില, കുഴപ്പമൊന്നുമില്ല അല്ലേ? വല്ലപ്പോഴൊക്കെ കുരിപ്പിന്റെ എത്ര കൂടെ? അതന്നെ അതന്നെ, അത് ഞങ്ങളെ കൂടെ ചെലവാക്കില്ല. എന്താ അതെ, ഞങ്ങൾ ഈ ഫ്രണ്ട് കണ്ടില്ല അല്ലേ? ദുഷ്ട. എത്ര രൂപയുടെ കളർ ഇതിന്റെ കയ്യിലുള്ളത്? 1 ലക്ഷം 2 ലക്ഷം? ഓട്ടയ പാന്റ് ഇട്ടാണ് ഞാൻ നടക്കുന്നത്. ഓ, അപ്പൊ എനിക്കുണ്ട് ഓട്ടയ പാന്റ്. നോക്ക്, കണ്ടാ? അപ്പൊ നമുക്ക് അവന്റെ ക്രെഡിറ്റ് കാർഡ് വലിച്ച് ഓട്ടയിൽ പോയി എന്നാണ് പറയുന്നത്. റാൻഡൊക്കെ കുഴപ്പമില്ല, നമുക്ക് എടുക്കാം. ഇടയ്ക്കൊക്കെ രസല്ലേ അല്ലേ? ചില്ലല്ലേ? നമുക്കപ്പൊ കുരിപ്പിന്റെ ഒക്കെ ചില്ലടിക്കാം. അവിടെ വണ്ടി ഒന്നുമില്ല, ഞാൻ നമ്മുടെ വണ്ടി അത്രേ ഉള്ളൂ, വേറെ വണ്ടി ഒന്നുമില്ല. പോയി നമ്മുടെ തക്കി പോയി. ആരെ പിടിച്ചോണ്ടോ ഞാന്? ഞങ്ങളെ വിഷമിക്കില്ല. ഇവിടത്തെ പേയ്മെന്റ് ചെയ്യാനാണ് വിഷ്ണു. ചെയ്തു. അടുത്തത് വിഷ്ണു തന്നെ. യെസ് യെസ്, ഒരു ബോട്ട് ഉണ്ട് അവിടെ നിൽക്കാൻ. അത് ബോട്ടാണോ? വഞ്ചിമ മോട്ടർ ഫിറ്റ് ചെയ്തതാ. വഞ്ചിമ മോട്ടർ ഫിറ്റ് ചെയ്തത്. അതിന്റെ ഇടയിൽ കൂടെ കണ്ട എല്ലാരും ഷൂട്ടിങ്ങിനെ വന്നേക്കണം മിക്കവരൂടെ. അതൊക്കെയാണ് വൈബ്. എന്റെ ഐശ്വര്യ നമുക്കിനി ക്യാമറമാനെ കണ്ടുപിടിച്ചിട്ട് ബാക്കി തുടങ്ങാം. ക്യാമറമാനെ കണ്ടുപിടിക്കട്ടെ. നമ്മുടെ നല്ല വിലപിടിപ്പുകളൊക്കെ ട്രാപ്പ് ചെയ്ത് ഒറ്റയ്ക്ക് ക്യാമറമാനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കാണുമ്പോ ഞാൻ ഓടിക്കോളാം. ഇവിടെ ഫുള്ള് കപ്പിൾസ് ആണ്. പിടിക്കുന്നില്ല കണ്ടിട്ട്. ചെറിയൊരു വിഷമമുണ്ട് കാണുമ്പോ. എന്നാലും
പ്രാവശ്യം പറയല്ലോ. അതല്ല ഇതല്ല ഇവിടെ ഒന്നല്ല. അവനവിടെ എത്തിയാ? അല്ല അവനവിടെ എത്തി ഇത്ര പെട്ടെന്ന്. ചതിയൻ. കണ്ട ഇപ്പൊ മനസ്സിലായില്ലേ? അല്ല എന്നിട്ട് വീട്ടിൽ പറയാണ്ട് ഇപ്പൊ മനസ്സിലായി. നക്കിലേക്ക് ഫ്രണ്ടും ബാക്കും ലെഫ്റ്റും റൈറ്റും അറിയില്ലാണ്. റൈറ്റ് അറിയാത്ത തക്കളി ഇല്ല. അവൻ വണ്ടി ഓടിക്കുമ്പോ നാട്ടുകാരെ സൂക്ഷിക്കുക. പുള്ളി Right റൈറ്റ് അതെ എന്ത് സുഖം കിട്ടണമെന്ന് അറിയില്ലേ മഴ കൊണ്ടിരുന്നിട്ട്. അതെ ഒന്നും നനയുണ്ടാവും. അതൊരു സുഖല്ലേ? ഏതാ? ഉപ്പിലിട്ടത്. തീരം പറ്റില്ല. ഉപ്പിലിട്ടതുണ്ട്, പുഴുങ്ങിയതുണ്ട്. പക്ഷെ നൈസ് അറ്റ്മോസ്ഫിയർ അല്ലേ? നോക്കി നിങ്ങള് ഇവിടെ കിട്ടുന്ന സുഖമൊന്നും ഒരു കാറിലെ ഏസിലും കിട്ടൂല. പുറത്ത് കയറി ഇങ്ങനെ നടക്കണം, എന്നാലും ആ ഒരു സുഖം നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മള് അകത്തെ സുഖങ്ങൾ മാത്രം ആസ്വദിക്കാൻ പറ്റുള്ളൂ. കണ്ടോ ഈ കാറ്റും പ്രകൃതി രമണീയമായ കാറ്റും നാച്ചുറൽ വൈബും എവിടെയും കിട്ടില്ല. രമണീയൊന്നും കിട്ടില്ല നമുക്ക്. പിന്നെ ഏസിലും അമേരിക്കയിലും കിട്ടൂല. ഒരു തലക്കരി കിട്ടിയ മതിയായിരിക്കണേ. വേലപ്പം മറത്തില്ല മനുഷ്യന്. ഹോസ്പിറ്റൽ നമ്മളെ അടുത്ത പ്രാവശ്യം നമുക്ക് മഴയത്ത് കയാക്കിങ്. ഓ നൈസ് സാധനം. നമ്മള് അടുത്ത പ്രാവശ്യം നമ്മള് തക്കളുടെ എത്തിയിട്ട് കാണാം. അതെ തക്കളുടെ എത്തിയിട്ട് കാണാം. നമ്മളിപ്പോ പറഞ്ഞയക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എയർപോർട്ടില്. ചെന്നൈക്ക് പറഞ്ഞയക്കാൻ പോണ്. അവിടെ ഒരു അക്കക്ക് കൈ സഹായം ഇവിടെ വേണമെന്ന് പറഞ്ഞിട്ട് ഫ്ലൈറ്റിന് കയറ്റി കൊടുക്കാൻ എയർപോർട്ടിൽ വന്നിരിക്കുകയാണ്. എല്ലാവർക്കും വിഷമുണ്ട് പോണേന്. കുരിപ്പൊക്കെ നല്ല മോൻ എല്ലാ കഴിച്ച് ഞങ്ങള് എയർപോർട്ട് കാണാൻ വേണ്ടി പോണേ. ഇവര് പറഞ്ഞൊക്കെ കൈ കൊണ്ട് അതെ ഞങ്ങൾ ജസ്റ്റ് എയർപോർട്ട് കാണാന്ന് വെച്ച് കുരിപ്പിന്റെ ആഗ്രഹപ്രകാരമാണ് നമ്മള് എയർപോർട്ടിലേക്ക് വണ്ടി മാറിയിട്ടില്ല. അതെ അതെ കൊറേ കാന്താരിമാര് വണ്ടി പോകുന്നുണ്ട്. നമുക്ക് ഇനി എയർപോർട്ടിൽ എത്തിയിട്ട് നമുക്ക് കാണാം. ബാക്കി വിശേഷങ്ങൾ അറിയാം. ബൈ ബൈ. ഒരു മിനിറ്റിനുള്ളിൽ കയറി ഇറങ്ങാം. ഒറ്റ റൗണ്ട് അടിച്ചാൽ അപ്പൊ തന്നെ ഇറങ്ങാം. എന്ത് വേണമെങ്കിൽ ലാഭമില്ലെങ്കിൽ ബിസിനസ് ചെയ്യരുത്. നമുക്ക് ലാഭമുള്ളത് മാത്രം ബിസിനസ് ചെയ്യണം. ഫുള്ളി പവർഡ് ബൈ സോളർ എനർജി. യെസ്. മണ്ടന്മാരൊക്കെ സെൽഫി ഇങ്ങനെ ഈ മുട്ട് മാത്രം കുത്തിട്ടുണ്ട്. പക്ഷേ ചിരട്ട പൊട്ടിയല്ലേ. പക്ഷേ ഇവിടെ ഭാഗ്യമുണ്ട്. ചെളിയാവും. പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. കമോൺ കമോൺ. എടാ രണ്ടുപേരെ മിസ്സായിരിക്കുന്നു ഗൈസ്. അവന്മാരെ കാണാനില്ല. ഫ്ലൈറ്റിന് രണ്ടരത്തിന് പെയിന്റ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെ നമ്മളിപ്പോ എയർപോർട്ടിന്റെ അവിടെ എത്തിയിട്ടാ.
ആ അർജുന്റെ നിഗമനം ഇതാണ് എന്റെ വസ്തുത. അവിടെ നിന്നാണ് അവിടെ ലാൻഡിങ്ങും ഇവിടെ നിന്ന് ഇതാണ് ഫ്ലൈയിങ്ങും ഇടല്ലെന്ന്. ഒന്നുകൂടി താങ്കൾ ഒന്നുകൂടി പറയേണ്ടതാണ്. എയർപോർട്ടിന്റെ ഉള്ളിൽ അവിടെ നിന്ന് പാസ്പോർട്ട് കൊടുത്ത് വെരിഫിക്കേറ്റ് ചെയ്തതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാക്കും കേരളത്തിലല്ല അമ്മ, പിന്നെ അപ്പുറത്തെ രാജ്യം. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ തിരിച്ചു പോവുകയാണ്. നമ്മളുടെ യാത്രകളും കാര്യങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. തിരിച്ചു വളയുകയാണ് നമ്മൾ. ആ വണ്ടി നോക്കണ്ട, പടച്ചോ അവനെ തെറിപ്പിച്ചിട്ടോ, തെറിപ്പിക്കവനാ. പോ കമോൺ.